ഗായ്സ് അസ്സലാമലൈക്കും. അപ്പോൾ നമുക്ക് ഇന്നൊരു ട്രിപ്പ് പോയ കഥ കണ്ടിട്ട് വരാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് മുന്നേ പോയതാണ്, കൊടൈക്കനാൽ വരെ പോയതാണ് കേട്ടോ. പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യും ഭയങ്കരമായിട്ട് ലൈറ്റായി പോയി. കാരണം എന്താണെന്ന് വെച്ചാലേ മറന്നുപോയി, അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ജാബിക്കാൻ ഡ്രോപ്പ് ചെയ്യാൻ കൊണ്ടുവിടാൻ വരുന്നത് ഞങ്ങൾ രാത്രി ഒരു 12 മണി ഒക്കെ ആണ് നേരത്തെ ഞങ്ങൾ എവിടെ നമ്മളെ ക്ലാസ്സിൽ അവിടെ എത്തണം കേട്ടോ. അപ്പോൾ ഞാനുണ്ട്, ആദമുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് പോകുന്നത്. ഇല്ല ബേബിന് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ടാസ്ക്കാണ്, അതുകൊണ്ടാണ് വേറെ ഒന്നുമല്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് എത്തിയത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടൊന്ന് ചായ കുടിക്കാൻ വേണ്ടി കടന്നു കേട്ടോ. ചായ കുടിക്കാൻ പോകുകയെന്ന് വെച്ചപ്പോൾ ഒന്നും നോക്കിയില്ല, ചായ കുടിക്കാൻ ഇറങ്ങിയിട്ടോ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട്. എൻ്റെ ബാച്ചിലുള്ളവരൊന്നല്ല കേട്ടോ, ഞാൻ എല്ലാവരായിട്ടും കമ്പനിയാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ എല്ലാവരിലും അങ്ങനെ അലിഞ്ഞു ചേരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ടും ഞാൻ കമ്പനിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നത്തെ ബാച്ചിലുള്ളവരൊക്കെയാണ് ഇവർ. അപ്പോൾ അവരൊക്കെ അടിപൊളി കമ്പനിയാണ് കേട്ടോ നമ്മളായിട്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ചാവക്കാട് അടുത്തുള്ള തന്നെ ജാവ അങ്ങനെ പണ്ട് ഞങ്ങൾ ക്ലാസ്സിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഈ ഒരു ഷോപ്പുള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ വന്നു. 12 മണി, ഞാനിവിടെ എത്തുമ്പോൾ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളവിടെ നിന്ന് ചായ കുടിച്ച് വരുമ്പോഴത്തേനും അത്യാവശ്യം ടൈം ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും എൻ്റെ ഒപ്പമുള്ളവരില്ല, ഞങ്ങൾ മുന്നത്തെ ബാച്ചിലുള്ളവരാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേനും ബസ് വന്നു കേട്ടോ. അങ്ങനെ ഇവിടുന്ന് വേഗം ചായ കുടിച്ചിട്ട് ബസ്സിൽ കയറി. അപ്പോൾ ഇവർ എന്താ പറയുക, ഇവരൊക്കെ ഞങ്ങൾ കൂടെയുള്ള ബാച്ചിലുള്ളവർ മക്കളാണ് കേട്ടോ. ഐഷു, ഞങ്ങൾ എല്ലാവരും ഭയങ്കര അടിച്ചു പൊളിച്ച് പാട്ടൊക്കെ പാടി നല്ല ഡാൻസൊക്കെ കളിച്ചു. ലാസ്റ്റ് നമ്മൾ തമിഴ്നാട്ടിലവിടെ എത്തി. അപ്പം നമ്മളൊന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടി നിർത്തിണ്ടായിരുന്നു, ചായ കുടിക്കാനൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളിത് വീണ്ടും അവിടുന്ന് ചായ കുടിച്ചിട്ടു. ഞാൻ അത് തണവൊക്കെ ആയി തുടങ്ങിയിട്ടു. അപ്പോൾ പിന്നെ കുട്ടിക്ക് തണവിൻ്റെ ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്ത്. അപ്പോൾ നല്ല ചൂടുള്ള കോഫിയാണ് കേട്ടോ കുടിച്ച്, ചായ അല്ല കോഫിയും കുടിച്ചു. അതുപോലെ തന്നെ നല്ല അടിപൊളി ഉഴുന്നുവടയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ വണ്ടിയിൽ ബസ്സിൽ കയറി സുഖനിദ്രയായിരുന്നു. പിന്നെ രാവിലെ ആയപ്പോൾ നമ്മൾ നല്ല ഭാഗങ്ങളൊക്കെ എത്തിയപ്പോൾ ഞങ്ങൾ വേഗം കണ്ണ് തുറന്നു. പിന്നെ നമുക്ക് ഓരോ ഭാഗങ്ങൾ കാണാനും ഒക്കെ പിന്നെ ഭയങ്കര ഇതായി. അപ്പോൾ ഞാൻ വിൻഡോ സീറ്റിലായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേറുള്ളവരടുത്തേക്ക് ചാടിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഭയങ്കര ക്ലൈമറ്റൊക്കെ നല്ല അടിപൊളി ക്ലൈമറ്റൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ ഭാഗങ്ങൾ കണ്ടപ്പോൾ കാണാം എന്നുള്ള രീതിയിൽ വീഡിയോ എടുക്കാൻ പിന്നെ മസ്റ്റാണ് ഫോട്ടോസും വീഡിയോസും, അതില്ലാണ്ട് ഇല്ല അല്ലേ. അപ്പോൾ പിന്നെ എനിക്ക് പൊതുവേ ഈ കാടും മലയും കടലും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. എനിക്ക് അതെല്ലാവർക്കും ഇഷ്ടമുള്ളത് തന്നെ ആണെന്ന് തോന്നുന്നു അല്ലേ. എനിക്കെന്ന് പറഞ്ഞാൽ എന്താ ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കണത് തീരെ ഇഷ്ടമില്ലാത്ത ആളാണ് ഞാൻ. എനിക്കിങ്ങനെ പുറത്ത് പോകാനും വേറെ ഒന്നും വേണ്ട, ഇങ്ങനെ പുറത്തൊക്കെ ഒന്ന് കറങ്ങി വരാനും ഒക്കെ ഭയങ്കര ഇഷ്ടം എനിക്ക്. അപ്പോൾ പിന്നെ ആ ചാൻസുകളൊന്നും ഞാൻ വെറുതെ വിട്ട് കളയില്ല, അങ്ങനത്തെ അവസരങ്ങളൊക്കെ. കാരണം നമുക്ക് അതൊക്കെ ഒരു ഭയങ്കര ചേഞ്ചുള്ളൊരു സംഭവമാണ്. നമുക്കിനി യാത്ര ചെയ്യാനും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ താത്ത ഉണ്ട്, അതിന് തീരെ ഇഷ്ടമല്ല. അതിനിങ്ങനെ വല്ല മാളിലേക്കോ ഷോപ്പേക്കോ അല്ലെങ്കിൽ ലുലുവിലേക്കോ അങ്ങനത്തെ ഒക്കെയാണ് അവൾക്ക് ഇഷ്ടം. അവൾക്കിങ്ങനെ ദൂരയാത്ര ചെയ്യണതും അങ്ങനത്തെ ഒന്നും തീരെ ഇഷ്ടമില്ല. പക്ഷെ ഞാൻ നേരെ ഓപ്പോസിറ്റാണ്. എനിക്കിങ്ങനെ യാത്ര ചെയ്യാനും നല്ല പുതിയ ഫുഡുകൾ കഴിക്കാനും അതൊക്കെയാണ് എനിക്കിഷ്ടം. അങ്ങനെ ഞങ്ങളിത് ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേറൊരു ഹോട്ടലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫ്രഷൊക്കെ ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് നടക്കട്ടെ. എവിടേക്കാണെന്ന് അറിയില്ല, എന്തായാലും ചായ കുടിക്കണം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, അപ്പം ഇനി അതെന്തായാലും കഴിക്കണം. അതിനാണ് ഈ കൊണ്ടുപോകണം തോന്നുന്നുണ്ട്. പിന്നെ കുറേ ലൊക്കേഷനൊന്നും കറക്റ്റ് എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. പക്ഷേ ഞങ്ങൾ പോയി അടിച്ചു പൊളിച്ച സ്ഥലങ്ങളൊക്കെ ഇത് കാണിച്ചു തരണം, ഞങ്ങൾ പോയതൊക്കെ കാണണം എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. ഇതാണ് ഞങ്ങളെ മിസ് കേട്ടോ. അപ്പോൾ നമ്മളെ മിസ്സും അടിപൊളിയാണ് കേട്ടോ. നമ്മൾ അതേ സെയിം വൈബിൽ അടിച്ചു പൊളിക്കാനും എല്ലാത്തിനും കൂടെ നിൽക്കണ അടിപൊളി മിസ്സാണ്. നമ്മുടെ സെയിം വൈബ് തന്നെയാണ് കേട്ടോ. അതെല്ലാവരും ഇത് കേട്ടോ, നമ്മളെ കൂടെ മുന്നത്തെ ബാച്ചവരായാലും എല്ലാവരും നമുക്ക് അടിപൊളി കട്ടക്ക് കൂടെ നിൽക്കണതാണ് കേട്ടോ. എല്ലാവരും ഒരാൾ നമുക്ക് ഇതാക്കി പറയാൻ പറ്റില്ല, കാരണം എല്ലാവരും അടിപൊളിയാണ് കേട്ടോ നമ്മളെ കൂടെ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നത്. ആദ്യം പിന്നെ ഒരു കമ്പനി കിട്ടിയിട്ടുണ്ട്, നമ്മളൊപ്പം ഉള്ള ആളൊരു ഉണ്ണിയാണ്, അവനും ഇവനും ഭയങ്കര കമ്പനിയായി. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് വന്നത്. നമുക്ക് അൺലിമിറ്റഡ് ആണ്. വെള്ളപ്പുണ്ട്, അതുപോലെ ഭൂരി ഉണ്ട്, ഇഡ്ഡലി ഉണ്ട്, ഉപ്പുമാവുണ്ട്, പൊറോട്ട ഉണ്ട്, അതുപോലെ പച്ചക്കറി, സാമ്പാർ, ചട്നി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമുക്ക് അൺലിമിറ്റഡ് ആണ് ഫുഡ്. അപ്പം ഞാൻ ഇഡ്ഡലി കൊടുത്ത്, ഭൂരി എടുത്ത്, അതുപോലെ തന്നെ ഉപ്പുമാവ് എടുത്തു കേട്ടോ. പിന്നെ നമുക്ക് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പോയി മേടിക്കാൻ എന്തോ ഒരു മടി പോലെ കേട്ടോ. ഫസ്റ്റത്തെ ആ ഒരു മടി തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ പോയി മേടിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ദോശ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ പാക്കേജിൽ ഫുഡും എല്ലാം ഇൻക്ലൂഡഡ് ആണ് കേട്ടോ.
പിന്നെ നമ്മളവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ നമ്മൾ നേരെ ട്രാവലർ കയറി. ഇനി നമ്മൾ ഇവിടുന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് പോവാണ് കേട്ടോ. പക്ഷെ നമ്മൾ 2 ട്രാവലറാണ് ഉള്ളത്. അപ്പോൾ കുറച്ച് പേര് ഈ വണ്ടിയിൽ കയറി, കുറച്ച് പേര് അങ്ങോട്ട് കയറി. അപ്പോൾ ഇവിടുന്ന് കുറച്ചുള്ളൂ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിന്നിട്ടും ഇരുന്നിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പിന്നെ ഭയങ്കര ബ്ലോക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ഇനി ഇവിടുന്ന് നടന്നോളാൻ പറഞ്ഞു. നടന്നു തുടങ്ങിയപ്പോൾ ഒരുപാട് കടകളുണ്ട് കേട്ടോ. കൊടൈക്കനാൽ അതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു, ഫാമിലി ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ ആകെ ഒരു തവണ കൊടൈക്കനാൽ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ തണവിൻ്റെ ഡ്രസ്സ് ബസ്സിൽ വെച്ച് മറന്നു പോയി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു തണവിൻ്റെ ഡ്രസ്സ് മേടിച്ചു. അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ ഉള്ള ഒരാൾക്ക് ക്യാപ്പ് വേണമെന്നുണ്ട്, ഷപ്പനാക്ക് ക്യാപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ ക്യാപ്പ് മേടിക്കാനും കൂടി നിന്നു. ഈ മോനും അതും നല്ല കമ്പനിയായിട്ട് ഇവർ തന്നെ ആയിരുന്നു. പോയി വരോളം 2 ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ കൂടെ ഉള്ളവരൊക്കെ പോയിട്ടോ. ഞങ്ങൾ 2 പേരും ഒറ്റക്കായിട്ട്, ഞാനും ആദമും ഷപ്നയും ഞങ്ങൾ മാത്രമായി. കാരണം ബാക്കി എല്ലാവരും പോയി. കാരണം ഞങ്ങളിത് മേടിക്കാൻ നിന്നപ്പോൾ ഞങ്ങൾ അവരെ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചു തോന്നുന്നു അവർ, പക്ഷെ ഞങ്ങൾ അവരെ കൂടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് വിളിക്കാനും റേഞ്ചില്ല, പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തപ്പിപ്പിടിച്ച് ലാസ്റ്റ് എത്തിപ്പെട്ടു, കിട്ടി. അങ്ങനെ നമ്മളിത് ഈ ഒരു ഭാഗത്ത് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഞാനൊക്കെ വരുമ്പോൾ കുറേ മുന്നേ വന്നിട്ടുള്ളതാണ് കേട്ടോ. വന്നത് എപ്പോഴാന്ന് വെച്ചാലേ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഹണിമൂൺ ട്രിപ്പ് കൊടൈക്കനാലായിരുന്നു. പക്ഷേ അത് നമ്മളെ മിഥുനം ഫിലിം കണ്ടിട്ടുണ്ടോ, അതേപോലത്തെ ഒരു എന്താ പറയുക ഹണിമൂൺ ട്രിപ്പായിരുന്നു ഞങ്ങളത്. എല്ലാവരും കൂടിയിട്ട് ഫസ്റ്റ് ട്രിപ്പ് അങ്ങനെ തന്നെയായിരുന്നു. അതൊക്കെ മറന്ന കാര്യങ്ങൾ, പോയ കാര്യങ്ങൾ അങ്ങനെ. അപ്പോൾ ഞങ്ങളിനി സൈക്കിൾ ചവിട്ട് റൈഡിങ്ങിന് 5 കിലോമീറ്റർ 100 രൂപയാണ് കേട്ടോ. ആദമിന് പോകണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹം. പിന്നെ ഞാനുണ്ടെങ്കിൽ ഷിംനുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിന്ന്, താത്ത ഉണ്ടെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഷിംനി നിന്നിട്ട്. അപ്പോൾ പിന്നെ എന്തായാലും വേണ്ടില്ല, കുട്ടികൾ സൈക്കിൾ ഓട്ടുന്നുണ്ട്, ഒരുപാട് പേര് സൈക്കിൾ ഓട്ടും. പിന്നെ നമ്മൾ വീട്ടിലിങ്ങനെ സൈക്കിൾ ഓട്ടുന്ന കാരണം ഞാനിവിടെ വീട്ടിൽ സൈക്കിൾ ഉണ്ടെങ്കിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഇവിടെ കാക്ക് സൈക്കിളുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ സൈക്കിളോട്ട് കളിക്കണ്ടാകും. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല സൈക്കിളോട്ടാണ്. പക്ഷേ നമ്മൾ ഫ്രണ്ട്സുകളായിട്ട് സൈക്കിളോട്ടുമ്പോൾ അത് വേറൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും അല്ലേ. പിന്നെ ആദ്യമിന് ബാക്കിലിരുന്നിട്ട് അവർ കൂടെ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തായാലും വേണ്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാനും സൈക്കിൾ കയറി. 5 കിലോമീറ്റർ ആണ് കേട്ടോ. ഈ പോയൊരു പോക്കാണ് കേട്ടോ. പിന്നെ ഞങ്ങളെ കൂടെ ഉള്ളവരെ ഫേസ് വെച്ചിട്ടും ഓരോരുത്തരെ വെച്ചിട്ട് വേറെ വേറെ ബാച്ചറൊക്കെ അല്ലേ, ഓരോരുത്തരുടെ പാക്കേജ് ഞാൻ 5, ഞാൻ പറഞ്ഞ പഠിച്ചവനെ എല്ലാവരും പോയിട്ടുണ്ടാവുമെന്ന്. കാരണം ഫുൾ 5 കിലോമീറ്റർ ഫുൾ റൗണ്ട് ചെയ്തിട്ടാണ് ഞാൻ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ എല്ലാവരും ഉണ്ട്, പോയിട്ടൊന്നും ഇല്ല. എൻ്റെ സമാധാനം. ഞാൻ ആകെ പേടിച്ച് ആദ്യമേ വെച്ചാൽ ലാസ്റ്റ് കാലൊക്കെ കടഞ്ഞ് ആകെ ഞാൻ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചു. ആകെ പേടിച്ചാൽ വഴി അടക്കം പോയിന്നുണ്ട്. കാരണം ഞാനും കുട്ടിയും ഒറ്റക്ക്. പിന്നെ അറിയണവരൊക്കെ കണ്ട് ബസ്സിലുള്ള വേറെ ബാച്ചറൊക്കെ കണ്ട് പിടിച്ചിട്ടൊക്കെ അങ്ങനെ എത്തിപ്പെട്ട്. അങ്ങനെ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളെ ബാച്ചുള്ളവരൊക്കെ ഇതേ ഇവിടെ ഇതിലിറങ്ങിയിട്ട് ഇതിൽ പോകണം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഷിംന എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കട്ടെ, താത്ത എവിടെയെന്ന് വെച്ചിട്ട്. ഞാൻ താത്താനെ എത്ര നേരം വെയിറ്റ് ചെയ്ത് നിൽക്കണം, ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കണത്. താത്ത പോയ പോക്കാണല്ലോ. ഞാൻ എനിക്ക് വഴിയൊക്കെ തെറ്റി, ഞാൻ ആകെ പെട്ടിട്ടാണ് ഞാൻ ഈ വരണതെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമേ പൈനാപ്പിൾ വന്നപ്പോൾ പൈനാപ്പിൾ മേടിച്ചു കൊടുത്തു. പിന്നെ കൊടൈക്കനാൽ എന്നിട്ട് ഐസ്ക്രീമും മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ തൊണ്ടവേദന വരണ്ട എന്നാലും വേണ്ടില്ല, കുട്ടി ആഗ്രഹം പറഞ്ഞതല്ലേ. അപ്പോൾ പിന്നെ എന്തായാലും അവനക്ക് ഒരു ഐസ്ക്രീമും മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പൈനാപ്പിൾ മേടിച്ചു. ഞങ്ങൾ ഒരു വർഷം മേടിക്കാൻ വേണ്ടി നിന്നപ്പോൾ ഞങ്ങൾക്ക് മേടിക്കാൻ പറ്റില്ല. കാരണം താത്ത കഴിക്കണ്ട കേട്ടോ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ പറഞ്ഞപ്പോൾ ഞങ്ങൾ മേടിക്കാൻ നിന്നില്ല കേട്ടോ. പിന്നെ എന്തായാലും വിളിച്ചിട്ട് പൈനാപ്പിൾ മേടിച്ചിട്ടോ. പൈനാപ്പിൾ മേടിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഉപ്പിട്ടത് എനിക്ക് വലിയ ഇഷ്ടമല്ല, പക്ഷേ പൈനാപ്പിളും പേരയ്ക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വേറുള്ളതൊന്നും മാങ്ങ, നെല്ലിക്ക അതൊന്നും ഉപ്പിട്ട് കഴിക്കില്ല. പക്ഷേ ഇത് രണ്ടും ഭയങ്കര ഇഷ്ടമായി, പൈനാപ്പിളും പേരക്കൊക്കെ. അപ്പോൾ അതങ്ങനെ കഴിച്ചു. എന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീണ്ടും നടക്കുകയാണ് കേട്ടോ. എവിടുക്കാന്ന് വെച്ചാൽ നമുക്കറിയില്ല, കുറച്ച് ഇനി അങ്ങോട്ട് പോകണം. പിന്നെ വണ്ടിയിൽ കയറി ട്രാവലർ വീണ്ടും കയറി നമ്മൾ വീണ്ടും പോയി. അപ്പോൾ പോയപ്പോൾ കുറേ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ പണ്ടത്തെ മിഠായികളില്ലേ, എന്തെല്ലാം മിഠായികളാണെന്ന് അറിയും. കുറേ മിഠായികൾ സൈസുകൾ കേട്ടോ. പണ്ടത്തെ മിഠായികൾ ഞാൻ പഠിക്കുന്ന സമയത്ത് പോലും കഴിക്കാത്ത കുറേ മിഠായികളുണ്ട് കേട്ടോ. അതും പിന്നെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഈ ലൊക്കേഷൻ ഒന്നും കറക്റ്റ് എനിക്ക് എവിടെയെന്ന് അറിയില്ല. ഇവിടെ കുറേ കടകളുണ്ട്, അടുപ്പിച്ച് ചോക്ലേറ്റും ടോയ്സും കുറേ കടകളുണ്ട്. അപ്പം ഞാൻ എന്തായാലും യെല്ലോ ബേബിക്ക് കുറച്ച് എന്താ പറയുക ചോക്ലേറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കൂടെ ഉള്ള ഒരാൾ താത്ത ഒരു ക്യാപ്പ് മേടിച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഉണ്ണിക്ക് കൊടുത്തോടി എന്ന് പറഞ്ഞിട്ട്, യെല്ലോ ബേബിക്ക് കൊടുത്തോന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ടോയ്സ് ആയിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും മേടിച്ചില്ല, കുറച്ച് ചോക്ലേറ്റ് മിഠായി അങ്ങനത്തെ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താണെന്ന് അറിയില്ല, ഈ ഒരു ഭാഗം വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇങ്ങോട്ടേക്കൊന്നും ഞാൻ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ
ഇവിടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവരെ കൂടെ നിന്ന് കുറേ സെൽഫിയൊക്കെ എടുത്തിട്ട് എന്നിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് എന്താ പറയുക കുറേ പേര് സഫയുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ എന്നിട്ട് കുറേ പേര് കളിയാക്കി കേട്ടോ. പിന്നെ ഇവിടെ ഭയങ്കര പൊരിഞ്ഞ തല്ലാട്ടം നടക്കുന്നത്. തല്ലിടുമ്പോൾ ഇവരിങ്ങനെ നിലത്ത് വീഴില്ലേ. ഞാൻ അവിടെ നിന്നിട്ട് ചോദിച്ചിട്ട് അപ്പോൾ എന്നോട് ഈ സംശയം ചോദിച്ചിട്ട് വായോ എന്ന് പറഞ്ഞ്. കാരണം എല്ലാവരും പോയി ഞാനും ഇവരും മാത്രം ഒറ്റക്കുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും കണ്ടിട്ട് തിരിച്ചു പോയി. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് നിൽക്കുന്ന ബാക്കിയുള്ള എല്ലാവരും. അപ്പോൾ ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം എന്താ വെച്ചാൽ കണ്ടോ ഫുൾ കോടം മഞ്ഞിക്കൊണ്ട് മൂടി കിടക്കുകയാണ്. പിന്നെ കുറേ കുരങ്ങന്മാരുണ്ട്. ഈ കുരങ്ങനെ എന്താണെന്നറിയോ ഫോട്ടോ എടുക്കാനൊക്കെ നമുക്ക് പോസ് ചെയ്ത് കാണിച്ചു തന്നിടൂ. നല്ല പോസ്റ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ പോസ്റ്റിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ നമുക്ക് നല്ല ഫോട്ടോസൊക്കെ കിട്ടി. ഇതിൻ്റെ ഇടയിൽ ഞാൻ യെല്ലോ ബേബിക്കൊക്കെ ഒന്ന് വിളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു വീട്ടിലത്തെ വിശേഷക്കാരി ഞാൻ. അപ്പോൾ കുട്ടി കുഴപ്പമൊന്നുമില്ല. പിന്നെ അവൾ ഉമ്മാനായിട്ട് അങ്ങനെ സെറ്റായ കാരണം ഞാൻ വലിയ വേണമെന്നൊന്നും ആഗ്രഹമില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ നെക്സ്റ്റ് പാർട്ടിൽ കാണാം കേട്ടോ. ബൈ.